മൂന്നാമത്തെ കൊച്ചുള്ളപ്പോൾ എന്നോട് ചോദിച്ചു, ഒരു ബോയും ഒരു ഗേളും ഒരു ബോയും ഓൾറെഡി ഉണ്ടല്ലോ, ഇനി എന്തിനാണ് മൂന്നാമത്തെ ആള്? അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ എനിക്ക് അന്ന് മനസ്സിലായി അത് കർത്താവിൻ്റെ പ്ലാനാണ്. ആ വചനം വെച്ച് ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കർത്താവിന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ഡ്രീം ഉണ്ടല്ലേ. ഒരു കർത്താവിൻ്റെ ഒരു ഡ്രീമിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കിയെങ്കിലോ, ലോകത്തിൽ ഒത്തിരി വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെങ്കിലോ, ഒരു വലിയ ജോലി ചെയ്യുന്നതിലോ, വലിയ ഒരു കാറിൽ പോകുന്നതോ, വലിയ ഒരു വീട് കെട്ടിക്കൊടുക്കുന്നതോ ഒക്കെ വേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അലൈൻ ചെയ്യുക. കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടല്ലേ, കർത്താവിന് എന്നെക്കുറിച്ചൊരു ഡ്രീമുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ പ്രമാണങ്ങളും അത്രയും സൂക്ഷ്മതയോടുകൂടിയും അത്രയും സ്നേഹത്തോടുകൂടിയും അത്രയും ആത്മാർത്ഥതയോടും കൂടി പാലിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിധി ദിവസത്തിൽ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുക, നല്ലവണ്ണം വിശ്വസ്തയുമായ എൻ്റെ സ്നേഹിത എന്ന് വിളിക്കുവൻ, അല്ലെ ഒരു സ്നേഹിതയെ എന്നവൻ വിളിക്കുക കേട്ടോ. ആ വിളി കേൾക്കാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിൽ വലിയൊരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും തരാൻ പറ്റത്തില്ല. ഈ ക്രിസ്തു നമ്മളെ മൈ ബിലവഡ് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷവും അതിനെക്കാട്ടിലും വലിയൊരു സ്ഥാനവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് തരാൻ പറ്റത്തില്ല. കർത്താവിന് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഒരു ഡ്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കർത്താവിൻ്റെ ഡ്രീം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അപ്പോൾ ചിട്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഭയങ്കര ഒരു സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഈ സൂമിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും കർത്താവിന് വലിയ പദ്ധതികളും വലിയ ഡ്രീംസും ഉണ്ടല്ലേ പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ഒരു പ്രകാശമായി നിൽക്കണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? അത് ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കുക കേട്ടോ. ചിലപ്പോഴും നമ്മൾ ഓൾറെഡി ഒരു നല്ല ലൈറ്റ് ആയിരിക്കാം, ചിലപ്പം നമ്മളൊരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ആയിരിക്കാം അല്ലേ. അപ്പം നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മളൊരു 80 വാട്ട് ബൾബ് ആകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 100 വാട്ട് ബൾബ് ആകാനായിട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ആ 100 വാട്ട് ആയി കഴിയുമ്പോൾ ഒരു 1000 വാട്ട് ആകാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് പിന്നെ നമ്മളൊരു നക്ഷത്രത്തിൻ്റെ ഒരു തെളിച്ചത്തിലേക്ക് വളരാൻ ട്രൈ ചെയ്യാം. സോ ഇറ്റ്സ് എ ഗ്രാജുവൽ ജേർണി.